പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഒത്തിരിയേറെ സ്വർഗീയ മാതൃകകൾ നൽകി ഞങ്ങളെ ഈ ദിവസങ്ങളിൽ അമ്മ മാതാവിന്റെ സാന്നിധ്യത്തിലും മധ്യസ്ഥത്തിലും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ബന്ധങ്ങളെയും ഞങ്ങളുടെ കുടുംബ ജീവിതത്തെയും ഞങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തെയും ശക്തീകരിക്കുവാനും കൃപയാൽ നിറയ്ക്കുവാനും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഉറപ്പിക്കാനും കർത്താവെ അങ്ങ് തിരുമനസ്സായിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇവിടെ കുടുംബങ്ങളിലേക്ക് ഈ കൃപകളൊക്കെ നിറയ്ക്കണമേ. കുടുംബാംഗങ്ങളിലേക്ക് ദൈവിക കൃപകൾ അമ്മ മാതാവിന്റെ സാന്നിധ്യത്തിൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളുടെ മേലും സ്വർഗത്തിന്റെ ഇടപെടല് അതിസ്വാഭാവികമായ കൃപകള് നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ തിരുസന്നിധിയിലേക്ക് ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരി സന്തോഷത്തോടെ നിങ്ങൾക്ക് നന്ദി പറയാണ്. അനേക പേരാണ് വിളിക്കുന്നത്. അനേകം വേദനകൾ, ദുഃഖ ഭയപ്പര അമ്മച്ച് വിളിച്ചേക്കാരെ കുറച്ച് മുമ്പ് അമ്മച്ചിയുടെ മോള് വിദേശത്ത് പഠിക്കാൻ പോയി, ജോലി കിട്ടി. ഇപ്പോൾ ഒരു അന്യമതസ്ഥരുമായിട്ട്, അത് ഇന്ത്യക്കാരൻ പോലും ഒരു അന്യമതസ്ഥരുമായിട്ട് പരമ്പരത്തിൽ കുരുങ്ങി ഒരുമിച്ച് താമസിക്കുന്നു. ഇങ്ങനെ താമസിക്കുന്ന കുടുംബത്തെ വിട്ട്, ദൈവത്തെ വിട്ട്, മാതാപിതാക്കളെ വിട്ട് അവിടെ പോയി ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ലിവിങ് ടുഗദറായി ജീവിക്കുന്ന അനേക മക്കൾ ഒത്തിരിയേറെ കേട്ട് അമ്മയുടെ കണ്ണീര് കാണണം. ലോനെടുത്ത് കട്ടപ്പെട്ട് വളർത്തി വിട്ടതാ പഠിപ്പിക്കാൻ വിദേശത്ത്, ജോലിക്ക് എല്ലാം കിട്ടി, അതെല്ലാം കിട്ടി. പക്ഷെ കൊച്ചുപോയി. ഒരു കൊച്ചൊന്നല്ല, ഒത്തിരി മക്കൾ. പ്രാർത്ഥിക്കാൻ മക്കൾ അതിനുണ്ട് നമ്മുടെ മക്കളെ കൊടുത്തിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ കർത്താവിൽ ഉറപ്പിക്കാതെ നിങ്ങൾ പഠിക്കാൻ വിടില്ലേ, കർത്താവിൽ ഉറച്ച് ജീവിക്കണില്ലേ, തിരിച്ചു വിളിക്ക്. ഇന്ന് ലോണെടുത്ത് കടബാധ്യത വരുത്തി മക്കളെ കയറ്റി വിട്ടിട്ട് മക്കളെ നഷ്ടപ്പെട്ടു പോയ അപ്പന്മാരുടെയും കുടുംബത്തിന്റെയും കണ്ണുനീര് വളരെയേറെ വലുതാ. സങ്കടത്തോടു കൂടി പ്രാർത്ഥിക്കാം മക്കളെ. ചില തിരിച്ചറിവുകൾ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു, ആർക്കു വേണ്ടി ചെയ്യുന്നു? കർത്താവിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, കർത്താവിൽ ഉറപ്പിക്കപ്പെട്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കുറെയൊക്കെ മാറ്റി ചിന്തിക്കണം. ഞാനൊന്ന് ഓർക്കുക, എലിസബത്തിന്റെ വീട്ടിലേക്ക് മാതാവ് വന്നു. ഒരു 3 മാസക്കാലം ആ കുടുംബത്തിന്റെ അവസ്ഥ നോക്കി നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവർ തമ്മിൽ ഭയങ്കര സംസാരം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ വീട്ടിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടുന്ന്? എലിസബത്ത്. ആ സമയത്ത് പരിശുദ്ധമ്മ ഭയങ്കരമായ നന്ദി സ്തോത്രഗീതം. എന്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു, ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇവർ ഒരുമിച്ചിരുന്ന് അമ്മയോട് പറയുമ്പോ തന്നെ ഭയങ്കര ഒരു കോരിത്തരിപ്പ് വരുക. പ്രിയമുള്ള മക്കളെ, അമ്മയോട് ചേർന്ന് ഈ എലിസബത്ത്, സഖറിയ ഉദരത്തില് ഈശോ, യോഹന്നാൻ, ശാപയോഹന്നാൻ, എന്നാ കൂട്ടായ്മയാണ്. കഴിഞ്ഞൊരു ഫാമിലിയോട് പ്രാർത്ഥിക്കാൻ വന്നേ. അപ്പന്റെ പേര് ജോസഫ്, അമ്മയുടെ പേര് മറിയം, ഒരു മോന്റെ പേര് ജോർജുട്ടി, മോളുടെ പേര് എലിസബത്ത്, വേറെ മോളുടെ പേര് അന്ന. ഭയങ്കര വിശുദ്ധരുടെ സാന്നിധ്യമുള്ള കുടുംബം. പിന്നെ അവസ്ഥ വേറെ അവസ്ഥയ്ക്ക് പോയി പാവുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു കൂട്ടായ്മയിൽ ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, കൃപ പകരുന്നു, പരിശുദ്ധാത്മാവ് നിറയുന്നു, സ്വർഗത്തിന് സമാധാനം നിറയുന്നു, സന്തോഷത്താൽ ശിശു കുതിച്ചു ചാടുന്നു. എന്നാ ഭാഗ്യ! ഇന്ന് നമ്മള് ആ എലിസബത്തിന്റെ കുടുംബം, അത് നമുക്ക് ഇപ്പോഴും കിട്ടുമെന്ന് മാതാവിനെ വിളിച്ചപേക്ഷിക്കുമ്പോ, പേരിന് കാരണഭൂത വിശുദ്ധരെ നമ്മള് വിളിച്ച് പ്രാർത്ഥിച്ച് കൂടെ നിർത്തുമ്പോ, ഈ അഭിഷേകം കുടുംബ പ്രാർത്ഥനയില് ഒരുമിച്ചുള്ള പങ്കുവയ്ക്കലില് ദൈവികമായി ദൈവം ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് നന്ദി പറയുമ്പോൾ ശക്തനായവൻ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഇതുമാത്രം അനുഗ്രഹങ്ങളെ കർത്താവ് തന്നിരിക്കുന്നത്. അതെല്ലാം അനുസ്മരിച്ച്, അതെല്ലാം പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ജപമാല ചൊല്ലി ഇങ്ങനെയൊക്കെ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിച്ച് കൂട്ടായ്മയിൽ പോകുമ്പോ
അവിടെയാണ് മക്കളെ. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയും മക്കളെ, എലിസബത്തിന്റെ കുടുംബത്തിലേക്ക് അമ്മ കടന്നു വന്നിട്ട് ഒരു 3 മാസം ഒരുമിച്ച് താമസിച്ചപ്പോ ആ കുടുംബത്തിലുണ്ടായ അനുഭവം, പ്രാർത്ഥന, പങ്കുവെക്കല്, സ്തോത്രഗീതം, നന്ദി പ്രകടനം, അഭിഷേകം, സന്തോഷം, ഇതെല്ലാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നമുക്കും ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. ഈ ഒരു അനുഗ്രഹം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും, ഈ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ ക്രമപ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോ ദൈവം തന്ന കാര്യങ്ങളെ ഓർത്ത് അല്പസമയത്ത് നന്ദി പറഞ്ഞ് സ്തോത്രഗീതം പാടും മക്കളെ. സ്തോത്രഗീതം എന്ന് പറഞ്ഞാൽ സ്തുതിയുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും, സ്തുതിച്ച് പ്രാർത്ഥിക്കും. ദൈവകൃപ നിറഞ്ഞ അമ്മയെ വിളിച്ച് കൂടെ നിർത്തി പ്രാർത്ഥിക്കും. അങ്ങനെ വലിയൊരു അഭിഷേകം, വലിയൊരു കൃപയുടെ സമൃദ്ധി നമ്മുടെ കുടുംബങ്ങൾ നിറയട്ടെ. ഒത്തിരി ദിവസങ്ങൾക്ക് ഒത്തിരിയേറെ പേര് വിളിച്ച് കരയുന്ന നൊമ്പരം ഒത്തിരി ഉണ്ട്. നമുക്ക് ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെയൊക്കെ ഒരുമിച്ചുള്ള പ്രശ്നമുണ്ടത്. നമ്മുടെ മക്കള്, നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. അച്ഛനോട് ഏതൊക്കെ മക്കൾ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നുവോ നമ്മുടെ ഈ കമന്റ് ബോക്സിലും നമ്മുടെ നിയോഗ പ്രാർത്ഥനയിലും ആരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് ഒരുമിച്ച് നിന്ന് കർത്താവിലേക്ക് ഉയർത്തണം. വിശുദ്ധ കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ദിവ്യകാല സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ജപമാലയില് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങള്, അനേക മക്കൾ നമ്മുടെ ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. അനേക മക്കൾ, ഞാൻ ഓർക്കുന്നത് ഇവിടെ പല മക്കളും പല പ്രശ്നങ്ങൾ, ഒരുമിച്ച് താമസിക്കുന്ന മക്കള്, ഹിന്ദു ചെറുക്കന്മാര്, മുസ്ലിം ചെറുക്കന്മാര്, വീട്ടില് സ്വന്തം മുറി കെട്ടി പാപം ചെയ്യണ മക്കള്, ഒരുമിച്ച് വർഷങ്ങൾ താമസിച്ച മക്കള് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനൊരു ബ്ലെസ്സിങ് കൊടുക്കുമ്പോ ഒത്തിരി മക്കള്, ഞാൻ കണ്ടു ഒത്തിരി മക്കള്. അത് എന്റെ പ്രാർത്ഥന, നമ്മുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. മാനസാന്തരപ്പെട്ടു പോകുന്ന മക്കള്, തിരിച്ചു വരുന്ന മക്കള്, ചില മക്കള് കമ്മല കൂരുന്നു, മൂക്കി നക്കത് കൂരിക്കളയുന്നു. ഒത്തിരിയേറെ മാനസാന്തരങ്ങൾ ഈ ദിവസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ധ്യാനത്തിൽ, നമ്മുടെ ഇവിടുത്തെ ധ്യാനത്തില്, രണ്ടശ്ശേരി കൺവെൻഷനില്, അങ്ങനെയൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ മക്കളുടെ കാര്യത്തില്, കുടുംബങ്ങളില് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം നമ്മുടെ ഈ പ്രാർത്ഥനയാണ് മക്കളെ. അനേക ആയിരക്കണക്കിന് മക്കള് ഓരോ ദിവസവും മുടങ്ങാതെ ഈ പ്രാർത്ഥനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അഭിഷേകത്തിന്റെ ശക്തി പ്രസരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വീണ്ടും പറയാണ്, ഈ പ്രാർത്ഥന നിങ്ങൾ അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുക. അത്ഭുതങ്ങൾ രോഗശാന്തിയുമല്ല പങ്കുവെച്ചു കൊടുക്കണ്ടേ, ഈ സത്യമായ പ്രാർത്ഥന അടിസ്ഥാനങ്ങൾ, അഭിഷേകം, കൃപ, ദൈവ സാന്നിധ്യം, ഇതൊക്കെ പങ്കുവെച്ചു കൊടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് അവിടെ അത്ഭുതങ്ങൾക്ക് നടന്നോളും. അത്ഭുതങ്ങൾ, മാനസാന്തരം, രോഗശാന്തിയും, പരീക്ഷയും, ജോലിയും, ബിസിനസ്സും എല്ലാം കർത്താവ് ഇടപെട്ടു. പ്രിയപ്പെട്ട ഒരിക്കൽ കൂടി ചോർപ്പിക്കാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ശുശ്രൂഷ അനേക ആയിരങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കണം. എല്ലാ ദിവസവും 2 പേർക്കെങ്കിലും നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കുക. എല്ലാ ദിവസവും സാധിക്കുന്ന അതിൽ കൂടുതലായിക്കോട്ടെ. അങ്ങനെ പ്രാർത്ഥന പങ്കെടുക്കാൻ അനേകർ ഉണരട്ടെ, അനേകർ പ്രാർത്ഥിക്കട്ടെ, ദൈവത്തിന്റെ ശക്തി അനുഭവിക്കട്ടെ. നമുക്കിന്ന് എലിസബത്തിന്റെ കുടുംബത്തിൽ അമ്മ മാതാവ് വസിച്ച 3 മാസത്തെ ധ്യാനിച്ചുകൊണ്ട് അവരുടെ നന്ദിയും അവരുടെ പങ്കുവയ്ക്കലും അവരുടെ ആ ഒരു കൂട്ടായ്മയും നമ്മുടെ കുടുംബത്തിൽ നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ ദിവസങ്ങളിൽ സ്വർഗീയമായ വലിയ അഭിഷേകത്തിലേക്ക്, സ്വർഗത്തിലെ അതിസ്വാഭാവികമായ കൃപകളിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മാനസാന്തരങ്ങളിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും നയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, എലിസബത്തിന്റെ കുടുംബത്തില് വലിയൊരു സ്വർഗീയ കൂട്ടായ്മ ഞങ്ങൾ കണ്ടു. അങ്ങയുടെ സാന്നിധ്യം, എലിസബത്തിന്റെ സാന്നിധ്യം, സക്രിയായുടെ സാന്നിധ്യം, സ്നാപയോഹനാന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, വലിയ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം എല്ലാം നിറഞ്ഞു നിന്നുകൊണ്ട് ആ കുടുംബത്തിലുണ്ടായ അനുഭവം ഞങ്ങൾക്കും അത് സാധ്യതമാണല്ലോ. കർത്താവേ, മാതാവിന്റെ സാന്നിധ്യം കൊണ്ട്, യോസേപ്പിതാവിന്റെ സാന്നിധ്യം കൊണ്ട്, എല്ലാ വിശുദ്ധരുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവെ, അങ്ങ് തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വന്ന് അനുഗ്രഹിക്കുന്നല്ലോ. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ, അമ്മ മാതാവിന്റെ സാന്നിധ്യം നിറയട്ടെ, വിശുദ്ധരും മാലാഖമാരും നിറയട്ടെ, കൃപയുടെ ഭവനമായിട്ട് മാറട്ടെ. കർത്താവെ, എലിസബത്തിന്റെ കുടുംബത്തില് അമ്മ മാതാവിന്റെ 3 മാസത്തെ സാന്നിധ്യത്തിന്റെ ആ വലിയ അഭിഷേകം ഞങ്ങൾ കണ്ടു. ഒരുമിച്ച് പ്രാർത്ഥിച്ച് അങ്ങേക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കൃപയുടെ സമൃദ്ധിയില് ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ കുടുംബ പ്രാർത്ഥനയില്, കൂട്ടായ്മയില്, ദൈവിക പരിപാലനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രഗീതം ആലപിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ.
മറക്കാതെ എന്ന് ദൈവത്തെ സ്തുതിക്കാൻ, ആരാധിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. ഞങ്ങളുടെ മക്കളുടെ ഓരോരോ നിയോഗങ്ങള്, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള മക്കളെ ഓർത്തുള്ള വേദനകൾ, നൊമ്പരങ്ങൾ, കണ്ണുനീര്, ചങ്കുപൊട്ടി കരയുന്ന അമ്മമാരുടെ കണ്ണുനീര്, അപ്പമാരുടെ ഹൃദയവ്യഥ എല്ലാ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിദേശത്തായിരിക്കുന്ന മക്കള്, കർത്താവെ, കുടുംബം വിട്ട്, സഭ വിട്ട്, മറ്റുള്ള മതസ്ഥരുമായിട്ടൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന മക്കള്, പാപത്തിൽ ജീവിക്കുന്ന മക്കള്, തെറ്റായ കൂട്ടുകെട്ടി പെട്ടുപോയ മക്കള്, ലഹരി കടിമപ്പെട്ടു പോയ മക്കള്, കർത്താവെ, ഒത്തിരിയേറെ വേദനിക്കുന്ന മക്കള്, കെണിപ്പെട്ടുപോയ മക്കള്, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ഇടപെടണമേ, ആശീർവദിക്കണമേ. വലിയ പ്രാർത്ഥനയോടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കൾ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവ്, ഞങ്ങളുടെ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ, അങ്ങയുടെ സാന്നിധ്യം, അമ്മ മാതാവിന്റെ സാന്നിധ്യം, വിശുദ്ധരുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഒരേ മനസ്സോടെ അങ്ങ് ആരാധിക്കാൻ കൃപ ചൊരിയണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.